എന്താണ് ഇത്ര ചിന്തിക്കാൻ, എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മോട് പലരും ചോദിക്കാറുണ്ടല്ലേ. ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വലിയൊരു ശക്തിയാണ്. പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു തടസ്സമായിട്ട് മാറും എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ ഒരു പാലം മുറിച്ച് കിടക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പാലം മുറിച്ച് കിടക്കുന്ന സമയത്ത് പാലം തകർന്ന് വീണാലോ? മറ്റൊരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ പാലം മുറിച്ച് കിടക്കുന്ന സമയത്ത് തകരുമ്പോൾ എന്നെ പാമ്പ് കടിച്ചാലോ എന്നുള്ള രീതിയിൽ അമിതമായൊരു ചിന്ത. പക്ഷേ അതിലൊരു വ്യക്തി ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആ വ്യക്തി ആ ഒരു പാലം മുറിച്ച് കിടന്നു എന്നുള്ളതാണ്. എന്നാലോ പാമ്പ് കടിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ആ ഒരു ലക്ഷ്യസ്ഥാനം എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും കൂടുതലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യമൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അമിതമായ ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. നമുക്ക് സമയക്കുറവാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ കാര്യമായിട്ട് നടക്കില്ല, നമ്മളെ സമയം അങ്ങ് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വയം ഒരു വിശ്വാസക്കുറവാണ് അവിടെ വരുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാകുമോ എന്ന് ഒക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു സ്വയം വിശ്വാസക്കുറവ് വരികയാണ്. അതുപോലെ തന്നെയാണ് നമുക്കൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ വളരെയധികം ആശങ്ക അല്ലേ, ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആശങ്കയും സ്ട്രെസ്സൊക്കെ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അവസരങ്ങൾ നമുക്ക് നഷ്ടമാണ്. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മളെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള അമിതമായ ചിന്തകൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊന്ന് നോക്കാം. നമ്മൾ ചെറിയ കാര്യങ്ങൾക്കായി വലിയ ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചിന്തകൾ മാത്രം കരുതുക. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളെ മനസ്സ് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് എഴുത്ത്, പ്രാർത്ഥന, യോഗ അല്ലെങ്കിൽ സംഗീതം എന്നീ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു പടിയെങ്കിലും നമ്മൾ മുന്നോട്ട് വെക്കണമല്ലേ. നമ്മൾ കുറച്ച് ചിന്തിച്ച് കൂടുതൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. താങ്ക് യു.